സെലൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജഗോപാലാണ്. സാർ സ്വാഗതം. സ്വാഗതം പ്രേമൻ. സാറ്, KSU നേതാക്കൾ പ്രസ്താവന നടത്തുന്നൊരവസ്ഥ വന്നു. പറയുന്നു, ഞങ്ങളുടെ ചോരയും നീരിലും ചവിട്ടിയാണ് ഇവിടെ UDFന് ഭരണം സാധ്യമായത്. സാധാരണഗതിയിൽ എന്താ പറയുക, ഈ പ്രതിപക്ഷമാണ് സർക്കാരിനെ വിമർശിക്കേണ്ടത്. പക്ഷേ ഭരണമുന്നണിയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ വിമർശകരായിട്ട് വരിക. പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളൊക്കെ പലയിടത്തും മുനയൊടിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ KSU പറയുന്ന വിമർശനങ്ങളിൽ അത്ര അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. ഇപ്പോൾ KSUവിൻ്റെ നേതാവിനെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പോകുന്നു. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ KC വേണുഗോപാൽ വരുന്നു. എന്താണ് നടക്കുന്നത്? പഴയ സംഭവം തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായ തർക്കം ഓർക്കുന്നല്ലേ പ്രേമൻ? അതിന്റെ ഒരു തനിയാവർത്തനമാണ് നടക്കുന്നത്. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 60 ദിവസമാണ്. ഈ 60 ദിവസങ്ങളിൽ എത്ര വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? പ്രസ്താവനകളിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ തീരുമാനത്തിലാണെങ്കിലും ശരി, പലതിനകത്തിലും വലിയ തർക്കങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ, പ്രതിപക്ഷത്തിന് അങ്ങോട്ട് വടിയിട്ട് കൊടുക്കുകയാണ്. ഞങ്ങളുടെ പുറത്തേക്ക് അടിക്കൂ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അവർക്ക് എറിയാൻ കല്ലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ലാപ്പിലാണ്. അപ്പൊ അവസാനം ഒന്നും പറയാനൊക്കത്തില്ല. ഇനിയിപ്പോ നാളെ എന്തോ വരുന്നെന്ന് പറയാനൊക്കത്തില്ല. ഈ KSUവിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. KSU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSUവും യൂത്ത് കോൺഗ്രസും പണ്ടും കോൺഗ്രസിലെ തിരുത്തൽ ശക്തികളായിരുന്നു. നമുക്കറിയാമായിരുന്നല്ലോ. ഇന്ന് തലമുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള പഴയ തലമുറയിലെ നേതാക്കന്മാരെ ഓരോരുത്തരായിട്ട് നോക്കുക. AK ആന്റണി ആണെങ്കിലും ശരി, വയലാർ രവി ആണെങ്കിലും ശരി, PC ചാക്കോ ആണെങ്കിലും ശരി, ഉമ്മൻചാണ്ടി വരെയുള്ള കാലഘട്ടങ്ങളില്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ രമേശ്, അതൊരു തിരുത്തൽവാദി പ്രസ്ഥാനം വരെ കേരളത്തിൽ ആരംഭിച്ച ആളുകളാണ്. തിരുത്തൽവാദികൾ എന്നായിരുന്നു അവരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആർജവത്തോടുകൂടി സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നതിന്, മുഖം നോക്കാതെ പറയുന്നതിനുള്ള കഴിവുള്ള നേതാക്കന്മാരായിരുന്നു. അവരൊക്കെയാണ് പിന്നീട് വളർന്ന് വലിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരായത്. അതെ. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ KSUക്കാര് അഭിപ്രായം പറയരുത് എന്നുള്ളൊരു മട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സർക്കാരിനെ വിമർശിക്കാൻ എന്താണ് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല, അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞില്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് അംഗീകരിച്ചാൽ ഇപ്പൊ നമുക്കുള്ള സംബന്ധിച്ചിടത്തോളം ഒരു KSUക്കാരൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അവൻ KSUക്കാരനാണെങ്കിൽ ശരി, യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിലും ശരി, സർക്കാരിനെ വിമർശിക്കേണ്ടി വരും. സർക്കാർ തെറ്റായ ദിശയിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ BJPയെ പറ്റിയോ അവർക്ക് സംഘടനാ കെട്ടുപാടുകളുണ്ട്. കോൺഗ്രസിന് അതില്ലല്ലോ. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിമർശനത്തെ അസഹിഷ്ണുതയോടെ കാണുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഇതൊരു കേഡർ പാർട്ടി അല്ലല്ലോ പ്രേമ. ഇതിപ്പം CPM-നെ പോലെ BJP പോലെ കേഡർ പാർട്ടി അല്ലത്. അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെ വരുന്ന അഭിപ്രായങ്ങളുടെ സൗന്ദര്യമാണ് ആ പാർട്ടിയുടെ ഒരു മൊത്തത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാം. ചിലപ്പോൾ എല്ലാം അങ്ങനെ സൂചിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം പോസിറ്റീവ് ആണെന്നില്ല, നെഗറ്റീവ്സ് കൂടെ വരാം. ആരെല്ലാം പ്രമുഖൻ K കരുണാകരനടക്കമുള്ള നേതാക്കന്മാരല്ലേ എല്ലാവരും വിമർശനത്തിന് വിധേയരായിട്ടില്ലേ? അതിനപ്പുറത്ത് വലിയ നേതാക്കന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ. അവർക്കെല്ലാവർക്കും 4 തവണ മുഖ്യമന്ത്രി ആയതാണ്. എന്തെല്ലാം വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു തവണ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതാണ്. അപ്പൊ എന്റെ സർക്കാരിനെ 2 മാസമേ ആയിട്ടുള്ളൂ, വിമർശിക്കരുത് എന്നൊരു നിലപാട് മുഖ്യമന്ത്രിക്ക് എടുക്കാൻ സാധ്യമല്ല. കാരണം ഇതിന് KSUക്കാർ, യൂത്ത് കോൺഗ്രസ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അടികൊണ്ടതാണ്. അവർക്ക് സങ്കടം വരും. അവരുടെ അതാണ് ഈ സർക്കാരിനെതിരെ പിന്നെ കഴിഞ്ഞ LDF സർക്കാരിനെതിരെ വന്ന ജനരോഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആലപ്പുഴയിലെ ആ രക്ഷാപ്രവർത്തനം തന്നെയാണ്, അല്ലേ? ആ യൂത്ത് കോൺഗ്രസ് KSU കുട്ടികളെ, അവര് ചെറുപ്പക്കാരായിരുന്നു. അതിലൊരാളാണ് ഇപ്പൊ പ്രേമം പറഞ്ഞ പോലെ AD തോമസ് ആലപ്പുഴ MLA ആയിട്ട് വന്നത്. അവർക്കേറ്റ പോലീസ് മർദ്ദനം, അല്ലെ? അവരുടെ തലതല്ലി പൊട്ടിച്ചത് അതിനെയാണ് രക്ഷാപ്രവർത്തനം നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ആ ചോരയിൽ നിന്നാണ് ഈ സർക്കാർ ഉദയം കൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിനൊരു ഭാഗമുണ്ട് അവരുടെ ചോരയിൽ. എന്റെ ഒരു സംശയം ഈ മുഖ്യമന്ത്രി കസേരയെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ സമയത്ത് ഭൂരിഭാഗം MLA-മാരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്നറിയാം. VD സതീശിനെ പിന്തുണച്ചത് കഷ്ടിച്ച് 10-ൽ താഴെ MLA-മാരാണെന്നാണ് വാർത്തകൾ വന്നത്. അങ്ങനെയുള്ള VD സതീശൻ ഇപ്പോൾ ഒരു അനിഷേധ്യനായി മാറുന്നുണ്ടോ? അസ്പർശ്യനായി മാറുന്നുണ്ടോ? ചോദ്യങ്ങൾക്ക് അതീതനായി മാറുന്നുണ്ടോ? ഞാനാണ് മുഖ്യമന്ത്രി, എന്നെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല എന്ന തരത്തിൽ പാർട്ടിയെ, മുന്നണിയെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് VD സതീശൻ വളർന്നു മാറിയിട്ടുണ്ടോ?
പ്രേമ അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പ്രേമൻ അറിയാവുന്നത് പോലെ കോൺഗ്രസിന് 63 MLA-മാരാണുള്ളത്. അന്ന് മുഖ്യമന്ത്രി തർക്കം ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് ആര് വേണം എന്നുള്ളതിന് 3 പേരാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തല സീനിയർ നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു. പിന്നെ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ പേരുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിൽ അന്ന് അഭിപ്രായം തേടി വന്ന AICC നിരീക്ഷകരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു വാചകം പറയുമെന്ന് ഓർക്കുന്നില്ലേ? അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത്, ഈ 63 MLA-മാരിൽ 47 പേരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്നാണ്. അവര് പരസ്യമായിട്ട് പറഞ്ഞതാണ്. 47 പേരും പിന്തുണച്ചത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതായിരുന്നു. ബാക്കി എത്ര പേര് ഉണ്ട് അതിനകത്ത്? ബാക്കി 16 പേര്. ഈ 16 പേരാണ് VD സതീശനെയും ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയും പിന്തുണച്ചിരിക്കുന്നത്. അതിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ 8 ആയിരിക്കാം, അല്ലെങ്കിൽ 10. എന്തായാലും 16 പേരാണ് 2 പേരും കൂടെ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ സതീശൻ മുഖ്യമന്ത്രിയായി? അവിടെയാണ് ചോദ്യം വരുന്നത്. അന്നേരമാണ് ഈ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഒക്കെ കൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയായെന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നിയമസഭാ കക്ഷിയിൽ VD സതീശന്റെ ഭൂരിപക്ഷം ഇല്ലായിരുന്നു എന്ന് ദീപാദാസ് മുൻഷി തന്നെ പറയുകയാണ്, അല്ലേ? അവിടെ ചുമതലയുണ്ടായിരുന്ന സംഘടനാ ചുമതലക്കാരിയായ AICC നിരീക്ഷകർ തന്നെയാണത് പറയുന്നത്. അതിന്റെ ഒരു പക്ഷെങ്കിൽ അതൊക്കെ മറികടന്ന് ശരി മുഖ്യമന്ത്രിയായിരിക്കുന്നു വേണുഗോപാൽ, അതൊക്കെ സമ്മതിച്ചു, സതീശൻ മുഖ്യമന്ത്രിയായി. പക്ഷെ മുഖ്യമന്ത്രിയായ ശേഷവും അദ്ദേഹം തന്റെ നിലപാടുകൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. ഈ 47 പേരില് KC വേണുഗോപാലിനെ പരസ്യമായിട്ട് പിന്തുണച്ച 47 പേരിൽ ഒരു പക്ഷെങ്കിൽ അതിനകത്ത് KPCC-യുടെ ഭാരവാഹിത്വം ഉള്ള ആളുകൾ വരെയുണ്ട്. അതിനകത്ത് പലരും മന്ത്രിസഭയിലും വന്നിട്ടുണ്ട്. ഇപ്പോഴും പലരും നിശബ്ദരാണ്. ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായത്തെ അദ്ദേഹം എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കുഴപ്പത്തിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആക്രമണം വരുന്ന സമയത്ത് ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാര്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള കോൺഗ്രസ് മന്ത്രിമാർ പോലും മുന്നോട്ട് വരുന്നില്ല. എവിടെയൊക്കെയോ ഒരു പിടി, അല്ലേ? എവിടെയൊക്കെ ഒരു ഉൾവലിവ് കാണുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് വേണ്ടി മുന്നിൽ നിന്ന് വാദിക്കാനായിട്ട് സ്വന്തം ക്യാബിനറ്റിലെ ആളുകൾ പോലും വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിപ്പോ അത് തന്നെയല്ല, KPCC-യുടെ ഭാരവാഹികൾ വരെയാണ് പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നത്. നോക്കുക, അല്ലേ? PM നിയാസിന്റെ ഒക്കെ പ്രസ്താവന KPCC-യുടെ മുതിർന്ന ഭാരവാഹികൾ കോഴിക്കോട്ടൊക്കെ. അതെ, അതാണ് ഇപ്പൊ ഏറ്റവും പുതിയത്. അതായത് പാർട്ടിയുടെ നയം ചാനലുകളിൽ വന്ന് പറയുന്ന ആളുകളാണ്. പാർട്ടിയുടെ നയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. അവരാണല്ലോ പാർട്ടി വക്താക്കൾ എന്ന് പറയുന്നത്. അവരിൽ പോലും തർക്കം വന്നിരിക്കുന്നു. 2 പേര് ഒരു പക്ഷത്ത്, അവരെ 2 പേരെ മാറ്റണമെന്ന് പറഞ്ഞ് മറ്റൊരു വക്താവ് ഇന്നലെ കത്ത് കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെയും ചാനലുകളിൽ വാർത്ത കണ്ടു, അല്ലേ? നമ്മൾ അവരുടെ പേരുകൾ പറയേണ്ട, അവരെ എല്ലാം അറിയപ്പെടുന്നവർ ചില പക്ഷെങ്കിലും ഒത്തുതീർപ്പാകാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മധുവിധ കാലം കഴിഞ്ഞ് അടി തുടങ്ങി. മധുവിധു ഒന്നും ഉണ്ടായിട്ടില്ല ഈ സർക്കാരിന്. എന്താണ് മധുവിധു? അതിലെ തുടക്കം തന്നെ പ്രശ്നങ്ങളാണെന്നല്ലോ. പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല പ്രേമ. പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിലേ ഒരു മധുവിധുവിന്റെ കാലത്തേക്ക് എത്തത്തുള്ളൂ. ഇതിപ്പോ ഈ 60 ദിവസത്തിനിടയിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പരിഹരിക്കാൻ വയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് KC വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. KC വേണുഗോപാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിസത്തിന്റെ ഒക്കെ ഭാഗം വീണ്ടും വരുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംശയമുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ 3ാം ചരമവാർഷികമാണല്ലോ. ആ സമയത്ത് പുതുപ്പള്ളിയിലെ മുഖ്യമന്ത്രിയുടെ ഉള്ള വേദിയില് KC വേണുഗോപാലിന്റെ വേദിയിൽ മുഖ്യമന്ത്രി ഇല്ല. അപ്പൊ വളരെ ശക്തമായ രീതിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് KC വേണുഗോപാൽ സംസാരിക്കുന്നുണ്ട്. KSUവിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് KSUക്കാർ പറയുന്നത് കേൾക്കണമെന്നാണ് പറയുന്നത്. അതായത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി കേട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത്. അതേപോലെ ഇന്നലെ തേവര SH കോളേജിൽ വെച്ച് കണ്ടിട്ട് അദ്ദേഹത്തെ മുഖം തിരിച്ചു പോയി എന്നുമാണ് പറയുന്നത്. പക്ഷെ KC വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടില്ലേ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് KSUക്കാർ പറയുന്നത് കേൾക്കണം, ന്യായമാണ്. സാമാന്യമായ ഒരു ചോദ്യമേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പൊ KSUവിന്റെ രക്ഷാകർതൃ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം തള്ളിപ്പറയുന്ന KSU എന്ന് പറയുന്ന സംഘടനയെ ക്യാമ്പസിനുള്ളിൽ സാധാരണ പ്രവർത്തകർ തള്ളിക്കളയില്ലേ? അതാണ് ചോദ്യം. അതാണ് ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത്. ഇത് എന്റെ ഏറ്റവും താഴത്തെ ഘടകമാണ്, അല്ലെ? വിദ്യാർത്ഥി ഘടകമാണ് KSU എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ എന്റെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. അതിൽ നിന്നല്ലേ കോൺഗ്രസിലേക്ക് എത്തുന്നുള്ളൂ.
ഇവരൊക്കെ അടികൊണ്ടും കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചും മറ്റേ എതിരാ കക്ഷികൾക്കെതിരെ പോരാടി 10 വർഷം പോരാടി നിന്ന കുട്ടികളാണ് അവര്, അല്ലേ? അപ്പൊ അതെ. അതിന്റെ മുകളിൽ നമുക്ക് ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഉറപ്പായിട്ടും. മുഖ്യമന്ത്രിക്കല്ലേ ചുമതലയുള്ളതെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവരെന്ത് പറ്റി പോകും? ഈ പറയുന്ന എതിരാളികൾ ആരും മോശക്കാരല്ല, LDF ആരും മോശക്കാരല്ല. അവരുടെ നടുക്ക് ഈ സംഘടന വന്ന് പെട്ടാലത്തെ അവസ്ഥ എന്താണ്? അതെ. അതുകൊണ്ടാണ് പറയുന്നത് രക്ഷകർത്ത സ്ഥാനത്തിരിക്കേണ്ട ആള് അത് ആ സ്ഥാനം ചുമതല നിർവഹിക്കാത്തത് കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അവരെ കേൾക്കണം എന്നുള്ള ന്യായമാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? അങ്ങനെ പറയാൻ കേൾക്കാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത്. കുട്ടികളല്ലേ, യെസ്, അവരെ യെസ്, യെസ്. സംബന്ധിച്ചിടത്തോളം കേൾക്കാനുള്ള ഒരു ക്ഷമയോടെ കേൾക്കാത്തത് കൊണ്ട് ഇന്ന് VM സുധീരനൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ. അത്തരത്തിലുള്ള ചില ആശ്വാസ വാക്കുകളൊക്കെ സുധീരന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. KSU കുട്ടികളെ താൻ കടന്നു വന്നതാണ്, അല്ലേ? താൻ കടന്നു വന്ന പ്ലാറ്റ്ഫോമാണ് അതെല്ലാം. അതാലോചിക്കണം. KSU കൂടെ യൂത്ത് കോൺഗ്രസിൽ കൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് പറയാനുള്ളത്, അല്ല, അവരുടെ സങ്കടങ്ങൾ എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ ADGP കേസ് വളരെ സ്പീഡപ്പ് ചെയ്യേണ്ടി വരും. അജിത് കുമാറിന്റെ കേസ് വളരെ സ്പീഡപ്പ് ചെയ്യണം. പറഞ്ഞില്ലേ, അവരടികൊണ്ട് റോഡിൽ അടികൊണ്ട് വീണതാണ്. ആ കേസ് ന്യായമായിട്ട് അന്വേഷിക്കണം. അവർക്ക് ഒരുപാട് അങ്ങനെ നമുക്ക് വേണ്ട എണ്ണിയാണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാത്തിനകത്തിന്റെ ഒരു ന്യായമായ പരിഹാരം അവർക്ക് ഉണ്ടാകണം. ശരിയാണ്, അവരുടെ വാദം ശരിയാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ഈ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു KSU നേതാവിനെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ ഉചിതമായ നടപടി പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സർക്കാരാണ്. പക്ഷേ ഇപ്പോൾ അതിനെന്തു പറ്റി എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് തൽക്കാലം പറയാം. ഏതായാലും നന്ദി സാർ.